നമസ്കാരം. CPM-ൻ്റെ ഗൃഹസമ്പർക്ക പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്ന കാര്യം നിങ്ങൾ ഇതിനകം തന്നെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? മറ്റുള്ളവരുടെ വീട്ടിൽ കയറി പാത്രം കഴുകിയിട്ടാണെങ്കിലും എങ്ങനെങ്കിലും ഭരണത്തുടർച്ച വേണമെന്ന നിശ്ചയത്തോടെ അവരുടെ ദേശീയ സെക്രട്ടറി തന്നെ അത്തരം പ്രവൃത്തിയൊക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം നശിപ്പിച്ച് കളയുന്ന തരത്തിൽ അവരുടെ കുരുത്തം കെട്ട ചില ലോക്കൽ നേതാക്കളും അണികളും ചെയ്യുന്ന കുത്സിത പ്രവൃത്തികൾ കൂടി ഒന്ന് കണ്ടു നോക്കുക. ആ ബേബിച്ചായനെ നിങ്ങളൊന്ന് ഓർക്കണ്ടേ? ആരാണെങ്കിൽ എന്താണെങ്കിൽ ഇതെല്ലാം മരിച്ചു കൂടി ഒരാളെ ഞാൻ മരിച്ചിട്ടുണ്ട്. വേണ്ട എന്റെ എണ്ണ എന്റെ അവിടെ നിന്ന് പറഞ്ഞതുകൊണ്ട് ഇത് മരിച്ചു കൂടി അന്ന് അടി ഉദ്ദേശം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കിയത്. ഈ കൂടുതൽ വർത്താനം വേണ്ട, ഒരു വർത്താനം വേണ്ട. 10 മിനിറ്റ് സമയം തല്ലിയ കച്ചവടം എറിയണ മാറ്റുക, വലിച്ചെറിയണ മാറ്റുക, നടക്കല നടക്കല, വലിച്ചെറിയണ മാറ്റുക. ഒരു സംസാരം വേണ്ട, വലിച്ചെറിയണ മാറ്റുക. ഏത് പുള്ളിയാലും അവന്റെ സാധനം ഒരു വർത്താനം പറയണ്ട. ഈ സാധനം കച്ചവടം പറ്റില്ല. രാവിലെ വന്ന് ഞങ്ങളുടെ മര്യാദ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമ്മളും ജീവിക്കാൻ വേണ്ടി ഇതിന്റെ പേരിൽ അവനെ തല്ലിയ ഈ സംഭവം നടന്നത് ആലപ്പുഴ ചേർത്തല എക്സ്റേ ജംഗ്ഷനിലാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഹൈവേയുടെ സൈഡിൽ പച്ചക്കറിയും മറ്റുമൊക്കെ വിൽക്കുന്ന ഒരു കൂട്ടരാണ് എന്ന് തോന്നുന്നു. അവരോട് ചെന്നിട്ടാണ് ഈ ചോട്ടാ നേതാവിൻ്റെ അണികളുടെ ഭീഷണി. ഇത് ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ വലിച്ചു ദൂരക്കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു സൈഡിൽ പാത്രം വരെ കഴുകാൻ തയ്യാറാവുന്ന ദേശീയ സെക്രട്ടറി, മറു സൈഡിൽ ആളുകളെ വെറുപ്പിക്കുന്ന മറ്റൊരു കൂട്ടർ. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് മൂന്നാമത്തെ തുടർഭരണം, അതായത് മൂന്നാം ഭരണവും വേണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും പിണറായി വിജയനും ഈ പാർട്ടി ശരിക്കും ഒരു വിസ്മയമായി മാറുക തന്നെയാണ്. ഒരു സംശയം വേണ്ട.